മോർണിംഗ്. രാവിലെ എഴുന്നേറ്റാണ്. ലൈക്ക് ഡേ ബിഫോർ ഞങ്ങളുടെ എല്ലാം ഡ്രസ്സ് ഇതും പിന്നെ ബുക്കുകളൊക്കെ റെഡിയാക്കി കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി വയ്ക്കും അല്ലേ? ഓക്കെ. 6:30 ആകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നല്ല വെട്ടമൊക്കെ ആയിട്ടുണ്ട് പുറത്ത്. നമ്മൾ സ്ക്രാമ്പിൾഡ് പിന്നെ രാവിലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് മുട്ടേൻ്റെ മിക്സിട്ട് വേഗം പല്ല് വെച്ചിട്ട് മാവിൻ്റെ ഒപ്പം അങ്ങനെ മോർണിംഗ് റുട്ടീനായിട്ട് പല്ല് വെച്ചിട്ട് നേരെ ഫേസ് വാഷ് യൂസ് ചെയ്യും. മറ്റേ ഈ സോപ്പ് ബാറില്ലേ, പേരെന്നാ ഞാൻ മറന്നുപോയി. സമേത അമ്മ പോയില്ലേ ഇത് റബ്ബ് ചെയ്തിട്ട് മുഖത്തിടും. നല്ല റിഫ്രഷിങ് ഫീലാണ്. ഗുഡ് മോർണിംഗ്. 6 AM പോലെ എനിക്ക് 2 hours ഉണ്ട് സ്കൂളിൽ പോവാൻ. ജോണിക്കുട്ടിക്ക് ആവശ്യമില്ല, അവനെ പല്ല് വെച്ച് ഡ്രസ് ഇട്ടാൽ മതിയല്ലോ. അപ്പനും മോനും നല്ല ഉറക്കമാട്ടോ. ഞാൻ കാണിച്ച ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ആദ്യം ഇതുപോലത്തെ ബോവിൻ്റെ സോക്സ്, സോ ബ്യൂട്ടിഫുൾ. എന്നിട്ട് ഈ ഫ്ലെയർ പാൻറ് ലെഗിൻസ്, ബിക്കോസ് ഇന്ന് ഞങ്ങൾക്ക് ലീക്കുന്തയുണ്ടേ ഈ സ്പോർട്സ് സ്കൂളിൽ. എന്നിട്ട് ഇത് ഞാൻ അടിയിലിടും തണുക്കാതിരിക്കും. വേറെ ലെഗിൻസ് അല്ല ഇരിക്കാനുള്ള റീസൺ വെച്ചാൽ രാവിലെ എടുക്കുമ്പോൾ സോ മച്ച് ഈസിയർ, സമയം സേവ് ആവും. അപ്പം ഇപ്പം ഞങ്ങളിപ്പോൾ ഡെയിലി ഇത് ചെയ്യുന്നുണ്ട്, കുറേ സമയം സേവ് ആവുന്നുണ്ട്. അതിൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഞാൻ ഓൾറെഡി സോക്സ് ഇട്ട്. സോ ആദ്യം ഞാൻ ഇതുപോലത്തെ ബ്രൗൺ ടോപ്പ് ഇടും. എന്നിട്ട് ഇതുപോലത്തെ ബ്ലാക്ക് ലെഗിൻസ് ജീൻസിൻ്റെ അടിയിടാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്രേ ഫ്ലെയർഡ് ജീൻസ്. എന്നിട്ട് സോക്സ് പക്ഷെ ഞാൻ തേർട്ടിട്ടു. ഇത് ഞങ്ങളുടെ ടൈം ടേബിൾ ഇപ്പോഴും ദർശനക്ക് ഈ ബുക്സ് കൊണ്ടുപോകുന്നതുകൊണ്ട് ആ ബുക്സ് എല്ലാം ഓർഗനൈസ് ചെയ്തു. എന്നിട്ട് രാവിലെ എല്ലാം ബാഗിനകത്ത് പാക്ക് ചെയ്യുമ്പോൾ സമയം സേവ് ആകും കൂടുതൽ. ഈ കട്ടിലെല്ലാം വന്ന് കിടന്ന് ഉറങ്ങുവാണോ ജോണിക്കുട്ടി? ചക്കിയുടെ കട്ടിലേന്ന് ഇങ്ങോട്ട് വന്നു. ജോണിക്കുട്ടി എല്ലാ കട്ടിലും മാറി മാറി ഓടി നടക്കുള്ളൂടെ രാവിലെ. ബേബിയായിട്ട് വർക്കാണോ? എന്റെ സൗണ്ട് കേട്ട് അപ്പം കരച്ചില്ല.
പക്ഷേ രാത്രിയിൽ തന്നെ ഔട്ട്ഫിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. രാവിലെ ഇത് എടുത്ത് വെച്ചും, പക്ഷെ ഇത് ഹെവി ആയതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് എടുത്ത് വയ്ക്കുന്നത്. അല്ല, ഇവിടെ ഇന്നലെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കാല് ഒരു വിരല് സ്റ്റക്കായി. എന്നിട്ട് ഞാൻ ഇറങ്ങിക്കൊണ്ട് എൻ്റെ ഒറ്റ വലി കൊടുത്തു. ഞാൻ എൻ്റെ ബാഗിൽ ഞാൻ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എൻ്റെ പെൻസിൽ പൗച്ച്, ഇതൊക്കെ എല്ലാം നടുക്കിൽ ജസ്റ്റ് കുമീസ്, മറ്റേ ഇറേസർ, പിന്നെ സക്സെറ്റ്, പിന്നെ പെൻസിൽസ്. ഇതൊക്കെ സ്കെച്ചുകൾ, ഇതൊക്കെ പെൻസിൽ കളറിങ് പെൻസിൽസ്. ഇത് എൻ്റെ മറ്റേ ഇത് സ്കൂളിൽ കൊണ്ടുപോകണം. എന്നിട്ട് എന്തെങ്കിലും ഹീലിയൽ ദിവസത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ വരച്ചണം. ഞാൻ ഓർഡർ ചെയ്തൊക്കെ ഇതുപോലത്തെ വരച്ചു. പിന്നെ ഇതുകൾ ഇനി കളർ ചെയ്യണം. പിന്നെ എനിക്കുള്ള പിസാറയുടെ ഒരു ബുക്ക് കിട്ടിയാണ്. നമുക്ക് ഇതൊക്കെ മറ്റേ പുറത്തത്തെ നേച്ചറിന്റെ കാറുകളുടെ ബിഹേവ്സും ആനിമൽസിനെയും കാണിച്ചു. ഇതൊക്കെ ആനിമൽസിലെ ഫോട്ടോസ്. ഞാൻ വെരി മച്ച് അവക്കാഡോ ലവേഴ്സ്. സോ അപ്പോൾ ഇത് സ്മാഷ് ചെയ്ത ബ്രെഡിനകത്ത് സ്പ്രെഡ് ചെയ്തത്. മറ്റേ 2 ചിപ്സ് കൊടുക്കും. 3 എണ്ണം കൊടുക്കാം. അവർക്ക് 3 എണ്ണം. സക്കർ ഫിഷിനും കാറ്റ് ഫിഷിനും ഉണ്ട്. അവിടെ ഒരു കാറ്റ് ഫിഷ് ഉണ്ട്. കണ്ടോ ഊടി വരണേ. ഇന്നെനിക്ക് എത്ര കോക്സിക്ക് നിനക്കോ? കോക്സിക്ക് നിനക്ക് കോക്സിറ്റോയ്സൊക്കെ. നിനക്കോ? ബാക്കി എനിക്ക് യുക്സിക്ക്. അതൊട്ടും നല്ല ഏറ്റവും ബെസ്റ്റ് സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തതിനു വേണ്ടി. ബസ് ഞങ്ങൾ ഇന്നലെ ഒരു സ്കൂൾ ട്രിപ്പ് ഉണ്ടായിരുന്നേ, സ്റ്റെർഹംനോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടുന്ന് ബസ് ഇരുന്നപ്പോൾ ഫോൺ നോക്കാൻ പാടില്ലാത്തൊരു സ്ട്രിക്റ്റ് റൂൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിറ്റൻഷൻ കിട്ടുന്നു. അപ്പോൾ ആ ടീച്ചർ ബാക്കിലിരുന്നേ. എൻ്റെ ഒരു ഫ്രണ്ട് അത് കണ്ടില്ല. അപ്പോൾ അവളിങ്ങനെ ഫോൺ സീക്രട്ടിൽ ബാഗിൻ്റെ ബാക്കിൽ ഇരുന്ന് കണ്ടപ്പോൾ ടീച്ചർ അവളെ പിടിച്ചു. അവൾക്ക് ഡിറ്റൻഷൻ കിട്ടി. മറ്റേ ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് 1 hour ഒരു സീറ്റ് ടീച്ചർമാരൊപ്പം ഇരിക്കും. അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടത്തോന്ന് ഫിനിഷിൽ വരും. ഇന്നലെ ആണെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിട്ടാണെങ്കിൽ ഒരു കൊച്ച് മര്യാദക്കുന്നില്ല, ഏതൊരു വട്ട് കളിച്ച് സീറ്റയിൽ നിന്നുകൊണ്ടിരുന്നു. എന്നിട്ടാണെങ്കിൽ സുവിയാണെങ്കിൽ പറഞ്ഞു, നിനക്കറിയോ നീ എപ്പോൾ എനിക്കെപ്പോൾ DC അവന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് എപ്പോൾ നീ മാളൊക്കെ വേണമെങ്കിൽ ചോദിച്ചതാണ്. ഇങ്ങനെയാ സുവി ആംഗ്രി ആവുന്നതിന്. കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കൊച്ചു എന്നെ ചോദിച്ചാണ്. എന്നോടല്ലോ.
അതല്ല എൻ്റെ ക്ലാസ്മേറ്റ്സിനോട്. സെവൻത് ഗ്രേഡിലായപ്പോഴാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷിന്റെ ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടം. എനിക്കും പിന്നെ മാത്ത് ബിക്കോസ് കുറച്ച് ഈസിയാ. പിന്നെ കുറിച്ച് ഏതോ ഇതുപോലത്തെ അത് ഈസിയാ. പീക്ക് പിസ്റ്റാക്കിയാണ്. പിന്നെ അത് ഈസിയാ. ഈസി. എനിക്ക് അതിലെ ഹോംവർക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് ഒട്ടും കിട്ടില്ല ഹോംവർക്ക്. നിനക്ക് ചോദിക്കാം ലിസത്തെ കിട്ടുമോ? നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ച് പോവാം. നൈറ്റിൽ അവൾ കണ്ടത്. പിന്നെ ആ മെസ്സേജ് ചോദിച്ചത്. അപ്പൊ എനിക്ക് അവൾ ഇന്നലെ രാവിലെ ഗോസിപ്പാണോ? എന്നിട്ട് സ്കൂളിൽ പോയിട്ട് എന്നോട് കേട്ടില്ല. Mai casita da ayo isaita snai tu nunca sana kanina. ഗൈസ് നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുറെ മിണ്ടണം. അമ്മ പറയും ഈ മിണ്ടല്ലെന്ന്. പക്ഷെ ആ സമയത്ത് കറക്റ്റ് മിണ്ടാനുള്ള അല്ല മൈൻഡ് വരുന്നത്. യോഗ പൊസിഷനിലൊക്കെയാണോ? അതിന് മുട്ട കഴിക്കാൻ മറന്നു പോയായിരുന്നോ? പിന്നെ നാളെ കഴിഞ്ഞ് എൻ്റെ ഈ ചെക്കിന്റെ ബർത്ത്ഡേ മാസം സെപ്റ്റംബർ ആണ്. The best September. Hey Google. And proof. How many days until it's September? There are 3 days from the 29th of August until the 1st of September. Hey Google, how many days until it's 19th of September and 28th വീഡിയോ of എടുക്കുവാണ്. September? ചോദിച്ചിട്ടൊക്കെ എടുക്കട്ടെ. ഞാനൊരു There are സെലിബ്രിറ്റി അല്ലേ? 356 അങ്ങനെയാണോ ജോണിക്കുട്ടി? days from the 28th of September 2024 until the 19th of September 2025. ഇഷ്ടായോ? ഇത്ര സമയമാണ് ഞാൻ ഇച്ചിരി ക്ലീൻ ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിരിക്കും. താഴെ ഇരിക്കണം കാര്യങ്ങൾ ഇച്ചിരി ഓർഗനൈസ് ചെയ്യണം. റെഡിയായോ? ജോണിക്കുട്ടി 8:45 ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അവൻ 8 മണിക്കായിരുന്നു ഒന്ന്. നിങ്ങൾ പോ. അവിടെയുണ്ട് പുറത്ത്. നിങ്ങൾ പോ. ഡോറ് തുറന്നേ. മമ്മ അത് നനഞ്ഞേക്കുവാ. നീ ഈ ഡോറ് തുറന്നേ. പിന്നെ പോവല്ലേ? ആ ബേബിയുടെ അതിന്റെ അതിന് മേളിലുണ്ടോ നോക്കിയാടാ. നല്ല പോലെ അത് വെച്ച് തുടച്ചു. കാര്യട്ടെ ഉന്നേടി നനയ്ക്കും. ഇല്ല ജോണിക്കുട്ടി, നമ്മ ഇന്ന് മൂവി നൈറ്റ് പറ്റോ? ഞാൻ പറഞ്ഞു. പിന്നെ പിറ്റേ തരാണ്ടായി. ഓഫ് കോഴ്സ് ജോണിക്കുട്ടി. എന്റെ അമ്മ മേടിച്ചത് അത് ഞാൻ എപ്പോ ഇടാം. ഒന്നും കളിക്കണ്ട കേട്ടോ. ജോണിക്കുട്ടി നേരെ സ്കൂളിൽ നേരെ വീട്ടിലേക്ക് പോരെ. ജോണിക്കുട്ടി യൂസ് ചെയ്താൽ നീ സ്കൂളിന്റെ റൂൾ ബ്രേക്ക് ചെയ്യാൻ ലോസും അതൊന്നും നോക്കാൻ പാടില്ല. തുടങ്ങിയില്ല. എനിക്ക് എന്റെ അമ്മേനെ വിളിച്ചാൽ റൈറ്റ് ഉണ്ട്. സ്കൂള് കഴിയുമ്പോ സ്കൂളിൽ പോണില്ല. എനിക്ക് എന്റെ അമ്മേനെ പോലെ വിളിച്ചാൻ പറ്റില്ല. എനിക്ക് വിളിക്കാനാണോ നീ സ്കൂളിൽ പോണത്? ഇത്തി മമ്മ ഞാൻ ഇത്തിട്ടോ ഞാൻ ഇത്തില്ല മമ്മ.
അങ്ങനെയല്ല എമർജൻസി ആരെങ്കിലും നിന്നെ കിഡ്നാപ്പ് ചെയ്തെങ്കിലാ എനിക്കൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല ജസ്റ്റ് എനിക്ക് ഫോൺ കിട്ടുമ്പോ അവനൊരു ഹാബിറ്റാണ്. അവൻ രാവിലെ ചെല്ലുമ്പോൾ എത്തിയെന്ന് പറയണതും കഴിയുമ്പോൾ വരുവാന്ന് പറഞ്ഞ് ചോദിച്ചു വിളിക്കണത് നല്ല കാര്യമായി ജോണിക്കുട്ടി. അല്ലാണ്ട് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചക്കി. രാവിലെ സ്നേഹമായിട്ട് നീക്കും, കുറച്ച് പോകുന്ന എന്തെങ്കിലും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാ ജോണിക്കുട്ടി തപ്പുന്നേ? ഓൾറെഡി ഇപ്പൊ 2 ടവല് പുറത്തെടുത്തിട്ടിട്ടുണ്ട്. ആ ടൗല യൂസ് ചെയ്യണം. പിന്നെ ആ ഫ്ലോർ ഇട്ടിട്ട് പോകരുത്, അത് അവിടെ അകത്ത് കൊണ്ടുപോയി. ഈ മഞ്ഞ് ഇറങ്ങുന്ന അല്ലെ, മഴ പെയ്തതല്ല ആക്ച്വലി, ഫോഗ് ഇറങ്ങിയിട്ട് അത് മഴ പോലെ അവർക്ക് എന്താ വെച്ചാ സീറ്റ് ചെറുതായിട്ട് നനഞ്ഞിരിക്കും. അപ്പൊ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് വലുതായിട്ട് നനഞ്ഞിട്ടില്ല, ചെറുതായിട്ട് ഒരു ഈർപ്പമുള്ളൂ. ഓക്കെ, ഹെൽപ്പാണോ വാച്ചേട്ടൻ? മറ്റേ ഞാനിപ്പോ ചന്തി നനച്ചോണ്ട് സ്കൂളിൽ പോയിട്ട് ആരെങ്കിലും കണ്ടിങ്ങി നടക്കുമ്പോ അവർക്ക് ഞാൻ എന്റെ ഷഡിയിൽ അപ്പിട്ടു. ജോൺ കൂടി ഞാൻ ഇന്ത്യയിൽ തുടച്ചിട്ടുണ്ട്. ചക്കി ടാറ്റാ, സൂക്ഷിച്ചു വേണോട്ടാ. നല്ല ഫോഗുള്ള ദിവസം കേട്ടോ. ആ റൂഫിൻ്റെ ഒക്കെ മേളിലോട്ട് നോക്കിയേ. അവിടെ ആ സ്ട്രീറ്റിൻ്റെ ലാസ്റ്റാണ് ചക്കയുടെ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അവർ ഒരുമിച്ചാണ് ഇന്ന് പോകുന്നത്. പിന്നെ ഈ സൈഡിലൂടെയാണ് ജോണിക്കുട്ടി പോകുന്നത്. പക്ഷേ ഈ 2 സൈഡും ചെല്ലുന്നത് ഒരു റോട്ടിലോട്ടാണ്. നല്ല ഫോഗുള്ള, എന്ത് രസമല്ലേ. ഫോഗാണെങ്കിലും ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഇത് ഒരു കുറച്ച് ട്രിം ചെയ്യാനുണ്ട്. ഇവിടെ എന്താണ് വലിയ ഉപദേശമൊക്കെ? അല്ല, സ്കൂള് കഴിഞ്ഞേ നേരത്തെ പോരാൻ പറയാം, നേരെ കളിക്കാണ്ട്. ജോണിക്കുട്ടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തുടച്ചാ വേണേ ഒന്നുകൂടി എടുത്ത് തുടച്ചു. ഓ കിളിമയാണോ? ബൈ ബൈ പപ്പ. സൈക്കിൾ സ്കിൽസ് ഒക്കെ കാണിക്കാന്ന് പറഞ്ഞ ബൈ ബൈ പപ്പ. ബൈ ബൈ. ടാറ്റാ, സൂക്ഷിച്ചു പോണേ. റൈറ്റ് സൈഡിലോട്ട് പോ. എവിടം വരെ നിങ്ങൾ ഒരുമിച്ച് പോകുന്നേ? ഓക്കെ, ബൈ ബൈ. സൂക്ഷിച്ച് പോണം കേട്ടോ. അങ്ങനെ മക്കളുടെ സ്കൂളിൻ്റെ രാവിലത്തെ മേളമായിരുന്നു ഇപ്പം കണ്ടത്. അയ്യോ, ലോക്കായി പോയല്ലോ. ഇതാണ് ഇവിടെ നമ്മൾ എപ്പോഴും തന്നെ ഡോറ് ലോക്കായിരിക്കും. നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും താക്കോലുണ്ടായിരിക്കണം. ഡോറ് ലോക്കായി പോയിട്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ താക്കോൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസിനൊക്കെ വിളിച്ച് ചെയ്യണതിന് നല്ല പൈസയാവും. വീക്ക് ഡേയ്സിലൊരു പൈസ, വീക്കെൻഡിൽ വേറൊരു പൈസ. അതുകൊണ്ട് ഫിൻലൻഡിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വീടിൻ്റെ കീ മറന്നു പോയാൽ 8ൻ്റെ പണി കിട്ടും. എക്സ്ട്രാ ചിലവാണ്, എക്സ്ട്രാ ചിലവ്. കീ പോയി, ഡോറടഞ്ഞു പോയി. അമ്മ ഇപ്പൊ പുറത്ത് കിടന്നേനെ. അന്റെ അമ്മ ഇപ്പൊ പുറത്ത് കിടന്നേനെ. ഓ, അതായത് ജോണിക്കുട്ടി ഇപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരോടൊപ്പം കുറച്ച് നേരം കളിച്ചോട്ടെ കളിക്കാൻ പറയും. ചിലപ്പോൾ കൂട്ടുകാർ പെട്ടെന്ന് പോകേണ്ട വന്നു കഴിയുമ്പോഴേക്കുണ്ടല്ലോ അവനേക്കാളും വലിയ പിള്ളേരുടെ കൂട്ടി കളിച്ച് കഴിയുമ്പോൾ അത് അത്ര നല്ലതല്ല. അതാണ് പിന്നെ അവനെ അധികം നേരം. അത് തന്നെയല്ല, സ്കൂള് തുടങ്ങിയതേ ഉള്ളേ, 1-2 ആഴ്ച ആയതേ ഉള്ളൂ. പുള്ളിക്ക് എവിടെ നിന്നും അറിയില്ല, ഇഷ്ടംപോലെ പിള്ളേർ. ഈ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഞാനും കുഞ്ഞാവേ മാത്രമേ ഉള്ളൂ. ഇവൻ അപ്പിയിട്ട് ഞാൻ ഡയപ്പർ മാറ്റണം, ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആകെ ഇതായിട്ട് കിടക്കും. ഇവിടെ മുഴുവൻ തകർന്നു കിടക്കുക. അവൻ 3 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വന്നേക്കുക.
എന്റെ ദൈവം ഞാൻ പിന്നെ എന്നിട്ട് പിന്നെ നമുക്കങ്ങനെ അകത്തേക്ക് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കിടക്കുമല്ലേ. ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല നമ്മള് അവരുടെ പേരൻസ് അറിയാണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വിളിക്കാനും പാടില്ല, നമ്മുടെ മക്കളെ അങ്ങോട്ടും വിടാൻ പാടില്ല. അത് തന്നെ. എന്നിട്ട് ശരിക്കും നമ്മൾ പരിചയമായിട്ടില്ല, പുതിയ പിള്ളേര് നമുക്ക് പരിചയമായിട്ടില്ല, എങ്ങനെ ഉള്ള പിള്ളേർ ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ സാധാരണ ഇങ്ങനെ ഫ്രണ്ട്സ് വീട്ടിൽ വരിക എന്ന് പറയുമ്പോഴേക്കും പാരന്റ്സ് ഫസ്റ്റ് മെസ്സേജ് അയക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോം ചെയ്തിട്ടാണ് വീട്ടിലോട്ടൊക്കെ പോകാൻ പാടുള്ളൂ. അപ്പം പിന്നെ വന്നു കഴിയുമ്പോൾ നമ്മൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടാനും ഇതാണല്ലോ. പക്ഷേ നമ്മൾ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ പുറത്തൊരു കുറച്ച് നേരം കളിച്ചിട്ട് ഫ്രണ്ട്സിനെ വീട്ടിൽ പറഞ്ഞു വിടണം, കാരണം വീട്ടിൽ പറയാതെ വരാൻ പാടില്ലല്ലോ. പിന്നെ ജോൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന്. അവിടെ നിന്ന് പുള്ളി കളി തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറായിട്ടും പുള്ളിക്ക് വീട്ടിൽ വരണ്ട. ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി അല്ലേ. എന്നിട്ട് കുറച്ച് വലിയ ക്ലാസ്സിലെ പിള്ളേർ അവിടെ കളിച്ചോണ്ടിരിക്കണു. പക്ഷെ അത് നല്ലതല്ല, കാരണം വെച്ച് കഴിഞ്ഞാല് അവൻ ഏജിലുള്ളവരുമായിട്ട് കൂട്ടുവിടുന്ന നല്ല. എന്തായാലും എന്നിട്ട് ഇപ്പൊ വിളിച്ചോണ്ട് ഇപ്പൊ നിക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇച്ചാനൊരു കുറച്ച് വർഷങ്ങളായിട്ട് സാറ്റർഡേ സൺഡേ ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ട് വീക്ക് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം മോർണിംഗ്, അതായത് ഒരാഴ്ചയിൽ 5 ഡ്യൂട്ടി അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക വെച്ചാൽ ഫാമിലിയിൽ കുറച്ച് കൂടുതൽ ടൈം കിട്ടുന്നുണ്ട്. എനിക്കൊരു ഭയങ്കര റിലീഫാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, സ്പെഷ്യലി കുഞ്ഞാവയൊക്കെ ആയതിനു ശേഷം. അങ്ങനെയാണ് സാറ്റർഡേ സൺഡേ ഡബിൾ, അപ്പം അത് 4 ഡ്യൂട്ടി ആവും. പിന്നെ വീക്ക് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം. അതെ, എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലേ. ടാക്സ് ഓഫീസിൽ പോകണം. പിന്നെ എന്നൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. നമ്മുടെ അശക്കൊട്ടിന് ഇച്ചിരി ഹാർട്ട് സ്റ്റമക്കാണ്. അപ്പം നമ്മളവന് ഇവിടെ പ്ലമ്മിൻ്റെ ഫുഡ് കിട്ടും, അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഉറക്കം മതിയായില്ല പൊന്ന്, ഇനി ഒങ്ങണോടി ചക്കരക്കുട്ടിനെയും വാവാച്ചനോ ആന് പാട്ട് പാടുവാണ് പൊന്നാര. അന്നത്തെ പൊന്നു പാട്ട് പാടുവാണ്. അവൻ തന്നെ പാടി അവൻ തന്നെ ഉറങ്ങണം. അതെ, അയ്യോ സത്യം പറഞ്ഞ ഇവൻ ഉറക്കം വരുമ്പോ ഭയങ്കര പാട്ടാണ്, ഒരു രക്ഷയില്ല. നമുക്ക് പാട്ട്, വേറുള്ളവർക്ക് കേൾക്കുമ്പോൾ നോയ്സി ആണോ തമ്പുരാനറിയാം. അതായത് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ പോയി കഴിയുമ്പോൾ ഉറക്കം വരുമ്പോൾ അവൻ എടുത്ത് കഴിയുമ്പോഴല്ലോ അവൻ തന്നെ പാട്ടെന്ന് പറഞ്ഞാലോ ഭയങ്കര ഉറക്കാ. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളിടത്തൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഓർത്ത് നോക്കിയല്ലേ, എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്തത്. പിന്നെ ഈ ഇന്നലെ വൈകിട്ട് ഈ പോത്തോസിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അതിൻ്റെ ഇല ഒറ്റയടിക്കും പറിച്ച് വായിൽ വെച്ചില്ലേ. അപ്പം നമ്മൾ സഡനായിട്ട് പോയി അവനെ മാറ്റിയല്ലോ. അതിന് പിന്നെ അവൻ അങ്ങോട്ടേക്ക് 2-3 കൊണ്ട് നീന്തി പോയേ. അപ്പം ഏയ് അതായത് ഫിനിഷ് സ്റ്റൈലിൽ ഇവർ നോ പറയണത് ഇച്ചിരി പിള്ളേരോട് സ്വീറ്റായിട്ട് നോ പറയണത് അങ്ങനെയാണ്. അപ്പോൾ അത് ആ ഒരു വാക്ക് മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പം അവനറിയാം അങ്ങോട്ട് പോണത് എന്തോ റോങ് ആന്ന്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പുള്ളി ആരും കാണാണ്ട് പോകുമെന്നുള്ളതാണ് ഇനിയത്തെ പ്രശ്നം. എപ്പോഴും നോട്ടം ഉണ്ടല്ലോ. അതെ, പക്ഷെ ഇവര് വേറെ ആരും ഇവിടെ ചെടികൾ ഉപദ്രവിക്കാൻ പോയിട്ടില്ല അല്ലേ. ജോണിക്കുട്ടി അമ്മേനെ വിളിച്ചായിരുന്നോ? ആണോ? വേറെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ? ഓക്കെ, ഒത്തിരി ഫാസ്റ്റ് ആയിട്ടുള്ള കളി കളിക്കണ്ട കേട്ടോ, ഒത്തിരി ബഹളം കൂട്ടി കളിക്കണ്ടാന്ന്, കാമായിട്ടിരുന്നാ മതിയെന്ന്, നമ്മള് വെയിറ്റ് ചെയ്താ മതിയെന്ന്. ഓക്കെ, ലവ് യു ടു. ആശാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കും. 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം എന്നെ വിളിച്ച് കിട്ടിയില്ല, എന്നിട്ട് ഇച്ചാനെ വിളിച്ചാണ്. കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതിനെന്താണ് പ്രത്യേകത എന്ന്. അപ്പോൾ എക്സ്പ്ലോറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ഈ കിഡ്സിൻ്റെ സ്മാർട്ട് വാച്ചാണ്. ആക്ച്വലി വേറെ സ്മാർട്ട് വാച്ചുകൾ കിഡ്സിന് യൂസ് ചെയ്യാം, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാപ്പും വേറൊരു സംഭവങ്ങളും ഇല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അവർ പോകുന്ന വഴി നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. പിന്നെ ഫോൺ ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ സ്കൂളിൻ്റെ അവേഴ്സ് ഉണ്ടല്ലോ, 8 മണി തൊട്ട് ഇപ്പോൾ 12 മണി വരെയാണ് ജോൺകുട്ടിയുടെ സ്കൂളെങ്കിൽ നമുക്കത് സ്കൂൾ അവേഴ്സ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അല്ല, അതിന്റെ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ആ സമയത്ത് അവന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫോൺ ആയി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫ്രീ ടൈമിൽ നോക്കാനും പിന്നെ ബോയ്സ് ആയാലും ഒത്തിരി ഗെയിംസ് ഒക്കെ അല്ലേ, ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ആരായാലും സാധാരണ ഇതിൽ ഇപ്പോൾ ഈസി ആയിട്ട് ഈ സ്ക്രീൻ ടൈം കൂടുതലല്ലേ. പിന്നെ ഇതിന്റെ അകത്തും ഗെയിംസ് വാച്ചിലുണ്ട്. അതായത് സേഫ് ആയിട്ടുള്ള ഗെയിംസ്, അങ്ങനെ വലിയ ബോറടിക്കാത്ത സെറ്റപ്പ് ഉണ്ട്. അതിന്റെ ഇത് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് കൂട്ടിയെടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ഈ വാച്ച് വരുന്നത് സിമ്മോട് കൂടിയിട്ടാണ് വരുന്നത്. ആ നമ്പര് പ്രൊട്ടക്റ്റഡ് നമ്പറാണ്. അതായത് പാരന്റ്സ് ആഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ നമ്പറിലോട്ട് വിളിക്കാനും അതിലോട്ട് ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും പാരന്റ്സ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എല്ലാവരും 5 പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു കംപ്ലീറ്റ് ഒരു സേഫ്റ്റി ലൈനിലുള്ള ഒരു കിഡ്സ് വാച്ച് ആണ്. കിഡ്സ് ബ്രാൻഡ് എനിക്ക് തോന്നുന്നു വേറെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഇതുപോലെ ഇങ്ങനെ കിഡ്സിന് വേണ്ടി മാത്രമായിട്ട് സിമ്മോട് കൂടിയിട്ടുള്ളത്. എനിക്കറിയത്തില്ല കേട്ടോ, വേറെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എക്സ്പ്ലോറ എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. അപ്പം ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നോർവീജിയൻ ഫാദർ ഇൻവെന്റ് ചെയ്ത് കണ്ടുപിടിച്ചൊരു സംഭവമാണത്. ഓ അവിടെ എന്നാണ് നമ്മുടെ മിക്ക വീഡിയോസ് ഇടുമ്പം നമ്മുടെ ഇങ്ങനെ കമന്റ്സിന്റെ അകത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് പാരന്റിങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല കമന്റുകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ജെനുവിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എനിക്ക് തോന്നുന്നു എല്ലാ പാരൻസും അവരുടെ ലൈഫിൽ അവരുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റേ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളും നമ്മുടെ കഴിവിനെ പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളാണ്. പക്ഷെ അത് ഇനഫല്ലാന്ന് നമുക്ക് തോന്നാറുമുണ്ട് ചില സമയങ്ങളിലൊക്കെ. അതിൽ മെയിൻ ഒരു റീസൺ ഇപ്പൊ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊരു രീതി അപ്രോച്ച് ചെയ്യുമോ അങ്ങനെയൊന്നും അല്ല. ഇതിന്റെ ഒരു ബേസ് ആയിട്ടെന്ന് പറയുന്ന ഒരു കണക്ഷനാണ്. അത് സ്നേഹം തന്നെയാണ്. നമുക്ക് നമ്മുടെ മക്കളെ അങ്ങേയറ്റം സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോടും ആ ഒരു സ്നേഹമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കാനായിട്ട് അതിനിടയിൽ ഒരു ബാരിയർ, അതിനിടയിൽ വേറൊരു തടസ്സം നമ്മൾ കൊണ്ടുവരാറില്ല, ഒന്നിന്റെയും പേരിൽ കൊണ്ടുവരാറില്ല. പക്ഷെ അത് അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്കൊരു വിലങ്ങാവാറുമില്ല. ഇപ്പൊ സ്നേഹമാണെന്ന് കരുതി അവര് തെറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതും സ്നേഹം തന്നെയല്ലേ. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടുപേരും അതിന് മുൻകൈ എടുക്കാറുണ്ട്. പിന്നെ എപ്പോഴും വഴക്ക് പറയാറില്ല. കാരണം അവർ കുഞ്ഞുങ്ങളാണ്, വളർന്നു വരുമ്പോൾ മിസ്റ്റേക്കുകൾ നമുക്ക് കാണുമ്പോഴാണ് അത് മിസ്റ്റേക്ക്. ചിലപ്പോൾ അവർ ശരിയാന്ന് കരുതി ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പൊ അതിനെ നേരെ നമ്മൾ വഴക്ക് പറയുമ്പോഴേക്കും അത് ഭയങ്കര ഒരു മോശമായിട്ട് ആ സിറ്റുവേഷൻ. നമുക്കറിയാലോ നമ്മളെ അങ്ങനെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ അത് അല്ലേ, നമ്മളെല്ലാം ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ആ പഴക്കുകൾ ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് എല്ലാ പിള്ളേരും ചെയ്യുന്നത്. അപ്പം നമ്മളത് സ്നേഹപൂർവ്വം കേട്ടിരിക്കുക, തിരുത്തേണ്ട സ്ഥലത്ത് ലൈറ്റായിട്ട് തിരുത്തി കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്കും അറിയത്തില്ല കേട്ടോ. നമ്മൾ ഓരോ സ്റ്റേജും പഠിച്ചു വരികയാണ്. ഇതുവരെയുള്ള സ്റ്റേജ് ആയിരിക്കണമെന്നില്ല ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി സ്ട്രഗിൾ നിറഞ്ഞാണെന്ന് ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ടീനേജിലോട്ടൊക്കെ കയറുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ. ഇപ്പം നമ്മൾ രണ്ടുപേരും കുറെ കൂടി ഒരു ഫ്രണ്ട്ലി ആണ് പിള്ളേരുടെ അടുത്ത്. പക്ഷേ അവരുടെ ഏത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിനും നമ്മളത് ഓക്കെയാണ് അതിനോട്. പിന്നെ അതിനെ ഓരോ രീതിയിൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് ഡിഫറെൻ്റ് ആട്ടോ. അത് എപ്പോഴും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ സ്ട്രെസ് ആയിട്ട് ആംഗ്രി ആയിട്ട് ഇരിക്കുമ്പോൾ അവരുടെ ഇതുകൂടെ നമുക്ക് ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ചെറിയ എന്തെങ്കിലും ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഒന്നിൽ നമ്മൾ വിഷയം മാറ്റി വിടുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും എമർജൻസി പിള്ളേർക്ക് തോന്നരുത് അവരെ കോർണർ ചെയ്തിട്ട് നമ്മൾ പോകാൻ തോന്നാതെ തന്നെ നമ്മൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എൻഗേജ്ഡ് ആകുന്നു. അപ്പം നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്കൊരു മനസ്സ് വരണൊരു പാകം വരും. എന്നിട്ട് തിരിച്ചവരെ വന്ന് ഹാൻഡിൽ ചെയ്യുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നത്. അവരുടെ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവർ സ്കൂളിൽ നടക്കുന്നത് നമ്മൾ തുടക്കം മുതലേ ഇപ്പോഴും കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. അത് അവരെ ശ്രദ്ധിക്കുന്ന പോലെ ചിലപ്പോൾ ഒരു പക്ഷേ അവരെത്ര എക്സൈറ്റ്മെന്റിലാണ് പറയണത്, നമ്മളും ആ എക്സൈറ്റ്മെന്റ് ഇട്ട് തന്നെയാണ് നമ്മളും കേൾക്കുന്നത്. ചിലപ്പോൾ പക്ഷേ കുറച്ച് നാൾ കേൾക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പറയാൻ പഠിക്കും. പിന്നെ അവരുടെ ഏറ്റവും ബെസ്റ്റ് വേറെ പലരും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം കുറവ്. പിന്നെ അവരെ ഏറ്റവും കൂടുതൽ ലിസൺ ചെയ്യുന്ന ആരാണോ അങ്ങോട്ടേക്കായിരിക്കും അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിൽ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മളും പഠിച്ചു വരുവാണ്. നമ്മുടെ ഒരു രീതിയിൽ, അതായത് ഇവർ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ തൊട്ട് നമ്മൾ ശരിക്കും അവരെ കൊഞ്ചിച്ച് ഭയങ്കര സ്നേഹത്തോടെ അവരോട് കൂട്ടുകൂടി എല്ലാ പാരൻസിനെയും പോലെ തന്നെയാണ്. പക്ഷേ അവരെന്തെങ്കിലും കാര്യത്തിന് വാശി പിടിച്ചു കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത കാര്യത്തിന് അത് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മൾ നടത്തി കൊടുക്കുകയില്ല. അത് ഭയങ്കര ആംഗ്രി ആയിട്ടും ഇഷ്ടമില്ലാതെ അല്ല നമ്മൾ പറയാറ്. അത് സ്നേഹത്തോടെ തന്നെയാണ് നമ്മളത് വേണ്ടാന്ന് വെപ്പിക്കുകയും ചെയ്യാറ്. അങ്ങനെ ഒരു ഇത് ചെറുതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പല നമ്മുടെ വീഡിയോസിനകത്ത് ഇങ്ങനെ കമന്റ് കാണുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് വീഡിയോസ്, അതായത് രണ്ടാമത്തെ ചൈൽഡിനെ നമ്മൾ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയത്തില്ല, നമ്മളൊരു വീഡിയോയ്ക്കകത്ത് ഒരു ദിവസത്തെ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ
അതിനകത്ത് ഒരു മാക്സിമം 30 മിനിറ്റാണ് ഉൾക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് ചക്കീനെ ഇങ്ങനെ, അതായത് ചക്കി ക്യാമറയിൽ ഇച്ചിരി കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇച്ചാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇത്രയും മണിക്കൂർ ലൈഫിലെ ചെറിയ മൊമെന്റ്സ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ആരെയും, അതായത് പിള്ളേരെ ആരെയും നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാറില്ല. പിന്നെ ചക്കി എന്ന് പറയുമ്പോഴേക്കും ചക്കിക്ക് ചക്കിയുടേതായ ഒരു ഇഷ്ടം തോന്നി അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിൽ മാത്രമേ അവൾ സംസാരിക്കാൻ ഇത് കാണിക്കത്തുള്ളൂ. അതല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളങ്ങ് കൂളായിട്ടിരിക്കത്തുള്ളൂ. അവൾ പിന്നെ പൊതുവെ ഒരു കാമായിട്ടുള്ള നേച്ചറാണ്. ഇവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. മാളും ഇപ്പോഴാണ് ഒരു കുറച്ച് കൂടുതൽ അല്ലെ ആക്റ്റീവായിട്ട് വർത്താനം പറഞ്ഞ്, ആക്റ്റീവാണ് അവര്, പക്ഷെ ക്യാമറയുടെ മുന്നില് കുറച്ച് ആക്റ്റീവായിട്ട് വർത്താനം പറഞ്ഞൊക്കെ വന്നത് ഇപ്പോഴാണ്. അതായത് മാളും ജോണിക്കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാമറ ഉണ്ടെന്ന് അവർ ഓർക്കുന്നില്ല, ആ ഒരു സ്റ്റേജ് എത്തി. പക്ഷെ ചക്കി ആകുമ്പോൾ ചിലപ്പോൾ ക്യാമറയാണെന്നുള്ളത് ചക്കി കാണുമ്പോഴേക്കും ചക്കി കുറച്ച് കോൺഷ്യസ് ആണ്. അവര് മറന്നു പോകുന്നതാണ്. അവര് ക്യാമറ എന്നുള്ളത് അവര് പിന്നെ അവര് സംസാരിക്കുമ്പോൾ എല്ലാം അവര് മറന്നു പോവാണ്. ക്യാമറ അവർ ഓർക്കുന്നില്ല. അത് മറന്നു പോകുന്നതിൽ കൂടുതൽ എനിക്ക് മാളിപ്പോ ഫേസ് ചെയ്യുന്നതിന് മാളിന് വലിയ പ്രശ്നമില്ല. ജോണിക്കുട്ടിക്കും അത് ഇഷ്ടമാണ്, പ്രശ്നമല്ല. പിന്നെ എസക്കുട്ടിനെ നമുക്ക് പറയാറായിട്ടില്ല. നമ്മൾ പിള്ളേരെ ഫോഴ്സ് ചെയ്യാറില്ല, അവരുടെ ഇഷ്ടമാണ്. അതായത് ആ മൊമെന്റിൽ അവർക്ക് പറയാൻ മൂടുണ്ടെങ്കിൽ അവർ പറയും, മൂടില്ലെങ്കിൽ അന്നേരം പറയില്ല. പിന്നെ പിള്ളേർ, നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ നാച്ചുറലായിട്ട് അങ്ങ് ജസ്റ്റ് വീഡിയോ എടുക്കുന്നതാണ്, അല്ലാണ്ട് അതിലവരെ കൊണ്ട് നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കണതോ അല്ലെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കത് പറ്റത്തില്ല. കാരണം ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചക്കയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചക്കിക്ക് പറയാനുണ്ടെങ്കിൽ അവള് പറയും, ഇല്ലെങ്കിൽ അവൾ അങ്ങനെ പറയാറില്ല. അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾക്ക് ബിഹേവ് ചെയ്യാനുള്ള ഫുൾ സ്വാതന്ത്ര്യം വീട്ടിലുണ്ട്. അതായത് ഇതൊന്നും തോന്നത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോ ക്ലിപ്പുകൾ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് നമ്മുടെ, പക്ഷെ നമുക്കത് പറ്റത്തില്ല. നമുക്ക് എന്താണ് ആ സമയത്ത് ലൈവായിട്ട് നടക്കുന്നത്, ആ ലൈവ് എക്സ്പ്രഷൻ എന്താണോ അതാണ് നമ്മൾ ഉൾപ്പെടുന്നത്, അത് വീഡിയോ വരുന്നത്. കാരണം വെച്ചാൽ അത് മറ്റേത് ഭയങ്കരം നമുക്ക് പറ്റത്തില്ല. ചിലർക്ക് അത് ഈസി ആയിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ രാവിലെ, അതായത് ഡേ ഇൻ അവർ ലൈഫ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് സിനിമയിലൊക്കെ അത് നമ്മൾ ഇതിൽ കുറെ ചിരിച്ച്, അതായത് ഇച്ചാൻ പറയാം ഡേ ഇൻ അവർ, ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഡേ എനിക്ക് ലൈഫ് എനിക്ക് തന്നെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു ഞാൻ തന്നെയാണോ എടുക്കണേന്ന് ചോദിച്ചു. എനിക്ക് തന്നെ എടുക്കണമെന്ന്. അപ്പോൾ എടുക്കണേന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്ന് ക്യാമറ സെറ്റ് ചെയ്തിട്ട് വേണമല്ലോ എഴുന്നേറ്റ് വരുന്ന ഷോട്ട് കാണിക്കാൻ. അത് റിയൽ ആയിട്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ എന്നോട് ചിരിച്ചിരിച്ചോട്. അതായത് മറ്റേ എണീറ്റ് വരുമ്പോഴേക്കും ആ കൈയൊക്കെ എല്ലാരും വിരിച്ച് നല്ല സ്ലോ മോഷനില് കോട്ടുവായൊക്കെ വിടുന്നതുണ്ടല്ലോ റിയൽ ലൈഫിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മുടെ ലൈഫിൽ എന്താണോ ആ ദിവസം നടക്കുന്നത്, ആ സമയത്ത് നമ്മൾ എന്താണോ വരുന്നത് അതങ്ങ് പറയും. ഇന്നൊരു ദിവസം വീഡിയോ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അന്ന് എന്താണോ സംഭവിക്കുന്നത് അതങ്ങ് എടുക്കും. അവൻ ഉറങ്ങി, അവൻ തന്നെ പാട്ട് പാടി അവൻ തന്നെ ഉറങ്ങി. കാര്യങ്ങളിൽ നീക്കുപോക്ക് ആവില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി തന്നെ ചടാ. നമ്മള് ഈ പറഞ്ഞ പോലെ ഓരോ വർഷം ഓരോ ദിവസം നമുക്ക് പുതിയതാണ്. ഇവരെ വെച്ചുകൊണ്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നിയേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്രണ്ട്സ് വേണം, എല്ലാ റിലേഷൻഷിപ്പുകളും അവർക്ക് വേണം. പക്ഷെ എല്ലാത്തിൻ്റെ മേളിൽ ഫാമിലിയോടുള്ള ഒരു ബോണ്ട്, അല്ലെങ്കിൽ ഫാമിലിയോടുള്ള എങ്ങനെ വന്നാലും ഒരു കംഫർട്ട് കൂടുതൽ അവർക്ക് ഫാമിലിയിൽ നിന്ന് അഷർ ചെയ്ത് കൊടുക്കണം, അല്ലേ? അത് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഒരു കംഫർട്ട് അവർക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബാക്കി എല്ലാ റിലേഷൻഷിപ്പും അല്ലെ അതെല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഒരു പടി കൂടുതൽ നമ്മള് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഫാമിലിയോടായിരിക്കണം എന്നാണ് നമ്മൾ ഒരു കാലഘട്ടം വരെ. അപ്പൊ അവരെല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് അതായിരിക്കണം. സ്വന്തമായിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള ഒരു ഏജ് വരുന്നോടം വരെ ഫാമിലി ആണെങ്കിൽ നമുക്കും ഒരു കംഫർട്ട് ഫീൽ ആണ്, അവർക്കും ഒരു സേഫ്റ്റി, അല്ലേ? പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹമാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കുന്ന ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇതുവരെയുള്ള അവസ്ഥയിൽ നമുക്ക് അങ്ങനെ തന്നെയാണ്. ഇതുവരെ അങ്ങനെയാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിലേറ്റവും ബെസ്റ്റാണ് നമുക്ക് തോന്നുന്നു. എല്ലാ പേരൻസും അങ്ങനെയാണല്ലോ. ഇവർക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നല്ല, ഇവർക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുക, എല്ലാം നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും, എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ അടുത്തും വന്ന് പറയും അവര്. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇനി കുറച്ച് ഇവരുടെ ഏജ് ഗ്രൂപ്പ് ചേഞ്ച് ആവണതനുസരിച്ച് മാറ്റങ്ങൾ വരുമല്ലോ. അപ്പം അതിനെങ്ങനെ ഫേസ് ചെയ്യണം എന്തൊക്കെയാണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ആകെ നമ്മുടെ കേസിൽ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളൊരു ലൈൻ നമുക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ പോലും ഇപ്പം നമ്മളോട് ഷെയർ ചെയ്തില്ലെങ്കിലും അവർക്കൊരു മനസ്സിന് കട്ടി വേണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ കാണുന്നൊരു മാർഗം എന്ന് പറയുന്നത് ഒരു ദൈവവിശ്വാസം തന്നെയാണ്, ദൈവസ്നേഹമാണ്. ഇതിൽ കൂടുതൽ അത് മതം സ്പ്രെഡ് ചെയ്യണം. നമ്മൾ എപ്പോഴും പറയാനുള്ള പോലെ മതത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ പറയുന്നതല്ല, പക്ഷെ ദൈവസ്നേഹം എന്ന് പറയുന്നത് ഏത് റിലീജിയനിലുള്ളവരായാലും
മക്കൾക്ക് അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ ഒരു പാരന്റിങ്ങിന്റെ ഭാഗം എന്ന് പറയുന്നതിൽ കൂടുതൽ നമ്മുടെ ഫാമിലിയുടെ ഒരു കൾച്ചറും നമ്മുടെ ഫാമിലിയുടെ ഒരു ഹാബിറ്റും കൂടെയാണത്. ഫാമിലിയുടെ കൾച്ചർ അതുപോലെ സംരക്ഷിക്കുക, അടുത്ത തലമുറയ്ക്ക് ഷെയർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെ ആവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലൊന്നും സക്സസ് ആവണമെന്നില്ല. ശ്രമിക്കുക. ഇതൊക്കെ നമുക്കറിയില്ലല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളാണെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊരു സംഭവത്തിന് അവർ ഫോക്കസ് ചെയ്യും. മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പോയി കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ലീഡിങ് അല്ലേ, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രത്യേക എനർജി കിട്ടും, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും. ചക്കിയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു ഭയങ്കര ചൂടായിരുന്നു പറഞ്ഞു. ലീക്കുന്ന, അതായത് സ്പോർട്സ് ഡേ ആയിരുന്നു. പെട്ടെന്ന് വന്ന് ഒന്നും ചോദിക്കും പറഞ്ഞു പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി. മടുത്തുന്നോ? എന്നൊക്കെയായിരുന്നു? മാപ്പ്, ഈ സ്വിമ്മിംഗ് കേളി, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ആണോ? ആണോ? ലീക്കുന്ത കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ സൈക്കിളിൽ പോയിട്ട് സ്പീഡിലാണോ വന്നേ? എന്നാ കൊച്ചു പോയി കുളിച്ചു വന്നാ? വെള്ളം എടുത്ത് കുടിക്കാം ആദ്യം. സ്കൂളിൽ പോയിട്ട് വന്നു. ജോണിക്കുട്ടി ഭയങ്കര തിരക്കിലാണ്. ജോണിക്കുട്ടി ആണെങ്കിൽ എസക്കുട്ടിന്റെ സ്നാക്സ് ആണ്. ജോണിക്കുട്ടി ഇടയ്ക്ക് കഴിക്കും. അവന്റെ കയ്യിലേക്ക് കൊടുത്തല്ലേ. എസക്കുട്ടിനാണ് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് പെണീറ്റേ ഉള്ളൂ. അവൻ്റെ ഫുഡൊക്കെ ആയി മൊത്തം. നല്ലതാണോ സ്നാക്സ്? നല്ലതാണോ? നല്ല സൗണ്ട് കടിച്ചുമ്പോ. ഇത് മെയ്സ് ആണ്, സോൾട്ട് ഇല്ല. ഇവിടെ പിള്ളേർക്ക് 6 മാസം കഴിഞ്ഞാൽ കൊടുക്കുന്ന സ്നാക്സ് ആണ്. എന്നാ ജോണിക്കുട്ടി? അതെ തന്നെ, ലോമുമാണ്, ഓർഗാനിക് ആണ്. ഒരു ഫ്ലേവർ എല്ലാവരും തിന്നെങ്കിൽ കൊള്ളില്ലാത്ത ടേസ്റ്റാ. പക്ഷേ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ജോണിക്കുട്ടിക്ക് ടേസ്റ്റ് അല്ല. ജോണിക്കുട്ടിക്ക് ബേബിയുടെ ഫുഡ് ഇഷ്ടമാണ്. കഴിച്ചില്ലേ? പപ്പ ചിക്കൻ കട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ജോണിക്കുട്ടിനെ ഏൽപ്പിച്ചേക്കാണ്. പപ്പ എസക്കോട്ടിന് ഫുഡ് കൊടുക്കുക. കൊച്ചി വീണപ്പോ സൈക്കിൾ ഇവിടെ പറ്റിയോ? ജോണിക്കുട്ടി സത്യം പറഞ്ഞത് ഇത് തന്നെ പറ്റിയത്? ഇവിടെ കുറ്റിയോ? അതല്ല, ഇവിടെ സൈക്കിളിൽ നിന്ന് വീണോ? അത് ഇവിടെ കുരു വന്നേ. എപ്പോ? ഇവിടെ എവിടെ നിന്ന് കൊതുക്? പുറത്തുനിന്നോ? ചിക്കൻ അവിടെ കുരു പോലെ ഉണ്ടാവട്ടെ മൊത്തം. അതാണ് പറഞ്ഞേ. ഇതെങ്ങനെ ചെയ്യുന്ന കൊച്ച്? കൊച്ചു പപ്പ ചെയ്തോളാം. താങ്ക് യു. അത്രയും കവർ പൊട്ടിച്ച് തന്നില്ലേ? പപ്പയ്യ കുട്ടി 2 പാക്കറ്റ് ചിക്കനാണ് കട്ട് ചെയ്ത് അതിന് തൊലി കളഞ്ഞിട്ട് വെച്ചേക്കുന്നത്. കട്ട് ചെയ്യാൻ പോവാ. ഓ, കട്ട് ചെയ്യാൻ പോകണം. ഇനി കട്ട് ചെയ്ത് പപ്പ എന്നിട്ട് ക്ലീൻ ചെയ്യാം. കട്ട് ചെയ്യണോ? കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യണ്ടേ? ഒരു ചിക്കൻ 3 ആക്കണം. പപ്പ കട്ട് ചെയ്ത് പറഞ്ഞുതരാം. താഴെ വയ്ക്കേ. ഇതിലെ കട്ടിങ് കൂടെ വയ്ക്കേ. ഒന്നും കേറി വന്നത് പോലും കണ്ടില്ല. നേരെ കൈയും വിടർത്തി പിടിച്ച് കുളിമുറിയിലോട്ട് ഓടുന്ന എന്നെ വളരെ പ്രശ്നം. നല്ല ചൂടാ. ചക്കി ഇങ്ങനെ തന്നെയാ വന്നത്. രാവിലെ ഫോഗും തണുപ്പും അല്ലായിരുന്നോ? നല്ല ചൂടും വെയിലും. ഞങ്ങൾക്ക് ലീക്കുന്തം ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങള് മറ്റേ പുസ്തകയുടെ ബീച്ചില് വോളിബോൾ കളിക്കായിരുന്നു. അപ്പം അത് നനഞ്ഞിരുന്ന ഞങ്ങള് ഷൂസും സോക്സും ഊരി കളിക്കണായിരുന്നു. ഇപ്പൊ കാല് നിറച്ച് വെള്ളവും മണ്ണും അതെല്ലാം ഇരിപ്പുണ്ട്. ആണോ? കുളിക്കാൻ പോകാല്ലേ? നല്ല വെയിലും ചൂടും ആയിട്ടോ.